അസദിനെ പുറത്താക്കി സിറിയ മോചിക്കപ്പെട്ടിട്ട് ഒരാഴ്ചയായി. ഒട്ടുമിക്ക സിറിയക്കാർക്കും രാജ്യത്ത് ആഘോഷത്തിന്റെ വാരമാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർക്ക് ഇതുവരെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അസദിന്റെ ഭരണം ക്രൂരമായിരുന്നു. അസദിന്റെ ഭരണത്തെ വിമർശിക്കാൻ പോലും ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. വിമർശിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. എന്നാൽ അസദിന്റെ പതനത്തിന് ശേഷം സിറിയയിലെ ജനങ്ങൾ അസദിനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവർ അസദിന്റെ ചില കുടുംബ ഫോട്ടോകൾ കണ്ടെത്തിയതിന് ശേഷം. സിറിയൻ ജനത അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ സ്വത്തുകൾ തകർത്ത് അസദ് കുടുംബം എങ്ങനെയാണ് രാജ്യത്തെ കൊള്ളയടിച്ചുവെന്ന് കണ്ടെത്തുകയാണ്. ഉദാഹരണത്തിന് തീരദേശ നഗരമായ ലതാക്കിയയിൽ അവരുടെ അവധിക്കാലം ആഘോഷിക്കുക. അതേസമയം സിറിയക്കാർ വൈദ്യുതി ഇല്ലാതെ ജീവിക്കുമ്പോൾ അസദ് ആഡംബരത്തിൽ ജീവിച്ചിരുന്ന സാഹചര്യത്തെയും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പതിറ്റാണ്ടുകളായി അസദ് കുടുംബം പണം സമ്പാദിച്ചത് അവരുടെ മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നാണ്. ഇപ്പോൾ അസദിന്റെ കൂടുതൽ മയക്കുമരുന്ന് ലാബുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവ നിയമാനുസൃതമായി കാണപ്പെടുന്ന ബിസിനസ്സുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അസദിന്റെ കൂട്ടുകുടുംബമാണ് അവ പ്രവർത്തിപ്പിച്ചിരുന്നതും. മുൻഭാഗം ഒരു കാർ ഷോറൂമായാണ് കാണപ്പെടുന്നത്. എന്നാൽ അകത്ത് കടന്നാൽ ഒരു ക്യാപ്റ്റഗൺ ലാബും ഹാഷിഷും കള്ളപ്പണവും കണ്ടെത്താനായി. എല്ലായിടത്തും രേഖകളും ധാരാളം പണവുമുണ്ട്. ക്രിമിനൽ സിൻഡിക്കേറ്റ് രാജ്യം മുഴുവൻ ഭരിക്കുന്നത് പോലെയാണ് ഇത് കാണപ്പെടുന്നതും. നിയമപരവും നിയമവിരുദ്ധവുമായ എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈകൾ പതിഞ്ഞിരുന്നു. മാത്രമല്ല, അസദിന്റെ ബന്ധുക്കളാണ് മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ നിയന്ത്രിച്ചിരുന്നത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ എന്നിവയും അവർക്കുണ്ടായിരുന്നു. അസദിന്റെ കസിന്മാരിൽ ഒരാൾ റഷ്യയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം തുറക്കുകയും കുടുംബം മോസ്കോയിൽ കുറഞ്ഞത് 20 ആഡംബര അപ്പാർട്ട്മെന്റുകളെങ്കിലും വാങ്ങുകയും ചെയ്തിരുന്നു. ഇതെല്ലാം സിറിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണം കൊള്ളയടിച്ചുകൊണ്ടായിരുന്നു. അതേസമയം അസദ് കുടുംബത്തിന്റെ സമ്പത്തിന്റെ മുഴുവൻ വ്യാപ്തിയും പരിശോധിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇത് $120 ബില്യൺ വരെ ആകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 120 ബില്യണിൽ 200 ടൺ സ്വർണം, ബില്യൺ കണക്കിന് യൂറോ, ആഡംബര കാറുകൾ, ആഡംബരമായ കൊട്ടാരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മിക്ക സിറിയക്കാരും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. തോൽവി അടുത്തെത്തിയപ്പോൾ അസദ് സമ്പാദിച്ച സമ്പത്തിൽ ഭൂരിഭാഗവും സിറിയയിൽ നിന്നും കൊള്ളയടിച്ചതാണ്. സിറിയയിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷമുള്ള ആദ്യ പ്രസ്താവനയാണ് ബഷർ അൽ അസദ് ഇന്നലെ പുറത്തിറക്കിയത്. തന്റെ വിടവാങ്ങൽ ആസൂത്രണം ചെയ്തതല്ലെന്നും അത് പെട്ടെന്ന് സംഭവിച്ചതാണെന്നും അസദ് പറയുന്നു. ലതാക്കിയയിലെ റഷ്യൻ സൈനിക താവളത്തിലായിരുന്നുവെന്നും സൈന്യതാവളം റഷ്യൻ വിമതസേനയാൽ കീഴടക്കപ്പെട്ടതോടെ റഷ്യ പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടതായും ആസൂത്രിതമായ ഒരു രക്ഷപ്പെടൽ ആയിരുന്നില്ലെന്നും അസദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഞാൻ ഒരിക്കലും അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടില്ലെന്നും സിറിയയിലെ ജനങ്ങൾ അവർ വിശ്വസിക്കുന്ന സംരക്ഷകനായി ഞാൻ എന്നെ കരുതുന്നുവെന്നും സിറിയ വീണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വാസ്തവത്തിൽ സിറിയയുടെ സമ്പത്ത് മുഴുവനും അസദ് തട്ടിയെടുത്തു. അതാണ് യാഥാർത്ഥ്യം. അസദിന്റെ പോക്കറ്റുകളിലോ റഷ്യയെ പോലുള്ള അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളിലോ അത് എത്തിച്ചേർന്നിട്ടുണ്ടാകും. അസദ് ഭരണകൂടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും മോസ്കോ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. $250 മില്യൺ ഇയാൾ റഷ്യയിലേക്ക് വിമാനമാർഗം എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്. ഏകദേശം $250 ദശലക്ഷം. ഇത് 2018-നും 2019-നും ഇടയിലായിരുന്നു. $100 ബില്യൺ 500 യൂറോ നോട്ടുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പാശ്ചാത്യ ബാങ്കിംഗ് ശൃംഖലകളെ മറികടക്കാനായിരുന്നു ലക്ഷ്യം. സിറിയ ഇന്ന് സ്വതന്ത്രമാണ്. പക്ഷെ അത് പുനർനിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളറും വർഷങ്ങളും എടുക്കും. അസദ് കൊള്ളയടിച്ച കോടിക്കണക്കിന് തുക വീണ്ടെടുക്കുന്നത് ആരംഭിക്കാനുള്ള നല്ലൊരു സമയമായിരിക്കും ഇത്.